ഒരു രാജ്യത്തിന്റെ യഥാർത്ഥ ശക്തി അതിന്റെ യുദ്ധവിമാനങ്ങളിൽ മാത്രമല്ല അവയെ പ്രവർത്തിപ്പിക്കുന്ന എഞ്ചിനുകളിൽ കൂടിയാണ്. ഇന്ത്യ ഇപ്പോൾ ആ ശക്തിയുടെ ഹൃദയം തന്നെ പുനർനിർമ്മിക്കാൻ ഒരുങ്ങുകയാണ്. ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റ് അതായത് GTRE വർഷങ്ങളായുള്ള പരിശ്രമങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അതെ, നമ്മുടെ കാവേരി എഞ്ചിൻ വീണ്ടും ഉയർത്തെഴുന്നേൽക്കുകയാണ്. പക്ഷേ ഇതൊരു സാധാരണ അപ്ഡേറ്റ് അല്ല, ഇത് ഇന്ത്യയുടെ എയർ പവർ ഭാവി തന്നെ മാറ്റാൻ പോകുന്ന ഒരു ഗെയിം ചേഞ്ചർ ആണെന്ന് തന്നെ പറയണം. ആഴത്തിൽ തന്നെ പരിശോധിക്കാം. ലെറ്റ്സ് ചെക്ക് ഇൻ ഡീറ്റെയിൽ. വെൽക്കം ടു ദി പോയിന്റ്. ആദ്യമായി GTRE ഫോക്കസ് എന്താണെന്ന് പരിശോധിക്കാം. ഇപ്പോൾ അവരുടെ പ്രധാന ലക്ഷ്യം GTX-35VS കാവേരി എഞ്ചിന്റെ സർട്ടിഫിക്കേഷൻ പൂർത്തിയാക്കുക എന്നതാണ്. ഇത് വളരെ നിർണായകമായ ഒരു ഘട്ടമാണ്. കാരണം ഒരു എഞ്ചിൻ ഡിസൈൻ മാത്രം പോരാ, അതിന്റെ യഥാർത്ഥ ശേഷി കടുത്ത ടെസ്റ്റുകളിലൂടെ തെളിയിക്കേണ്ട ഒരു അവസരത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. അതിനാലാണ് ഇപ്പോൾ ഗ്രൗണ്ട് ടെസ്റ്റുകൾ കഴിഞ്ഞ് ഫ്ലൈറ്റ് ടെസ്റ്റുകൾ ചെയ്യുന്നതിന് വേണ്ടി തയ്യാറെടുക്കുന്നത്. അടുത്ത 12 മുതൽ 18 മാസത്തിനുള്ളിൽ ഈ എഞ്ചിൻ ആകാശത്ത് പറക്കുമെന്നതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ എന്താണ് പരിശോധിക്കാൻ ഒരുങ്ങുന്നത്? ത്രസ്റ്റ് എത്രയാണ് എന്നതാണ്. അതിനോടൊപ്പം തന്നെ ഫ്യൂവൽ എഫിഷ്യൻസി എത്ര നല്ലതാണ്, അതുപോലെ തന്നെ ദീർഘകാല വിശ്വാസ്യത എത്രത്തോളം ഉണ്ട്, എയർക്രാഫ്റ്റിൽ ഈ ഒരു എഞ്ചിൻ ഘടിപ്പിച്ചാൽ അത് എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത്, ഇക്കാര്യങ്ങളാണ് ഇനിയൊക്കെ ടെസ്റ്റിംഗിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. ഈ എല്ലാ ഡേറ്റയും ഇന്ത്യയുടെ ഭാവി എഞ്ചിൻ ഡിസൈൻ നിർണ്ണയിക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഉയർന്നു വരുന്ന മറ്റൊരു വലിയ ചോദ്യമാണ് പുതിയ കാവേരി എഞ്ചിൻ എത്രത്തോളം ശക്തമാണ്. ഡ്രൈ ത്രസ്റ്റ് അതായത് ആഫ്റ്റർ ബേണർ ഇല്ലാതെ ഈ എഞ്ചിൻ നൽകുന്നത് ഏകദേശം 55 മുതൽ 59 കിലോ ന്യൂട്ടൺ വരെയാണ്. ഇത് മുൻകാല മോഡലുകളെക്കാൾ വലിയ പുരോഗതിയാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥ ശക്തി കാണിക്കുന്നത് ആഫ്റ്റർ ബേണർ ഓൺ ആക്കുമ്പോഴാണ്. അപ്പോൾ നമ്മുടെ കാവേരി എഞ്ചിൻ 90 കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് വരെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതായത് വേഗത്തിൽ ഉയരാൻ, സൂപ്പർസോണിക് സ്പീഡിൽ പറക്കാൻ, വേഗത്തിൽ ആക്സിലറേറ്റ് ചെയ്യാൻ ഈ എഞ്ചിൻ പൂർണ്ണമായും തയ്യാറാണെന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഇത് എന്തുകൊണ്ടാണ് ഇത്ര പ്രധാനപ്പെട്ടതാകുന്നത്? കാരണം ഇന്ത്യയുടെ അടുത്ത തലമുറ യുദ്ധവിമാനങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ AMCA പോലുള്ള സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകൾ, ഇവയ്ക്ക് ലോക നിലവാരത്തിലും എഞ്ചിനുകൾ വേണം എന്നുള്ളതാണ്. ഇവയ്ക്ക് ലോക നിലവാരത്തിലുള്ള എഞ്ചിനുകൾ വേണം എന്നതാണ്. ഇതുവരെ ഇന്ത്യ വിദേശ എഞ്ചിനുകളിൽ ആശ്രയിച്ചിരുന്നു. ഉദാഹരണത്തിന് GEF 414 പോലെയുള്ള എഞ്ചിനുകൾ. പക്ഷേ ഇനി സ്വന്തമായി നിർമ്മിച്ച എഞ്ചിൻ ഉപയോഗിച്ച് സ്വാതന്ത്ര്യം നേടാനുള്ള ശ്രമമാണ് നമ്മുടെ രാജ്യം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് ആത്മനിർഭർ ഭാരതിന്റെ യഥാർത്ഥ അർത്ഥവും. നമ്മൾ ഒരു കാര്യം മറക്കാൻ പാടില്ല, കാവേരി എഞ്ചിന്റെ യാത്ര ഇന്നല്ല തുടങ്ങിയത്. 1980കളിൽ തേജസ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് ഇത് ആരംഭിക്കുന്നത്. പക്ഷേ ത്രസ്റ്റ് കുറവ്, ഭാരം കൂടുതൽ എന്നൊക്കെയുള്ള പ്രശ്നങ്ങളും മറ്റ് ടെക്നോളജി പരിമിതികളും കാരണം ഇവയെല്ലാം ചേർന്ന ആദ്യ കാവേരി എഞ്ചിൻ വിജയകരമായി പൂർത്തിയാക്കാനായില്ല. പക്ഷേ ഇന്ത്യ അതിലൊന്നും പിന്മാറുന്ന രാജ്യമേ അല്ല. ഇത് തന്നെയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വലിയ മാറ്റവും. ഇപ്പോൾ പുതിയ കാവേരി എഞ്ചിൻ എങ്ങനെയൊക്കെ മെച്ചപ്പെട്ടു എന്ന് പരിശോധിക്കാം. അഡ്വാൻസ്ഡ് മെറ്റീരിയലുകൾ, ബെറ്റർ എയറോഡൈനാമിക്സ്, ഇംപ്രൂവ്ഡ് തെർമൽ മാനേജ്മെന്റ്, അതോടൊപ്പം ഫ്രാൻസിലെ സഫ്രാൻ പോലെയുള്ള കമ്പനികളുമായുള്ള വലിയ സഹകരണം, സിംഗിൾ ക്രിസ്റ്റൽ ബ്ലേഡുകൾ, ഹൈ എൻഡ് കോട്ടിങ്ങുകൾ, ഇവയെല്ലാം ചേർന്ന എഞ്ചിൻ കൂടുതൽ ശക്തവും ദീർഘായുസുള്ളതുമാക്കി മാറ്റി എന്നതാണ്. ഇനി ഒരു വലിയ കാര്യം എടുത്തു പറയാം. ഈ എഞ്ചിൻ EJ200 അല്ലെങ്കിൽ RD33 പോലെയുള്ള എഞ്ചിനുകളോട് മത്സരിക്കാൻ കഴിയുന്ന ലെവലിലേക്ക് എത്തുകയാണ്. അത് എന്താണ് സൂചിപ്പിക്കുന്നത്? ഇന്ത്യക്ക് ഇനി സ്വന്തമായി 5th ജനറേഷൻ ഫൈറ്റർ ജെറ്റുകൾ നിർമ്മിക്കാൻ ആവശ്യമായ പ്രധാന ഘടകം കയ്യിലെത്തും എന്നതാണ്. പക്ഷേ ഇത് ഫൈറ്ററുകളിൽ മാത്രം ഒതുങ്ങില്ല. ഫ്യൂച്ചർ ഡ്രോണുകൾ, UCAVകൾ, ട്രെയിനർ എയർക്രാഫ്റ്റുകൾ, ഇവയ്ക്കും ഈ എഞ്ചിൻ ഉപയോഗിക്കാനാകുമെന്നതാണ് മനസ്സിലാക്കുന്നത്.